തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബെർണാഡ് സോളമൻ്റെ ഒരു റിയാക്ഷനാണ്. കാരണം ഇവൻ എന്നെ തന്നെ മാത്രമാണല്ലോ, ഞാനാണല്ലോ അവൻ്റെ പ്രധാന കണ്ടന്റ്. പുതിയതായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവ എപ്പോഴും അവൻ്റെ റിയാക്ഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ ബോറടിക്കും, എനിക്കും ബോറടിക്കും, കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയല്ലോ, അവൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് പഴയ വീഡിയോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പഴയത് കുറച്ച് ഇപ്പം ഞാൻ 2DF ഒക്കെ ചെയ്ത സമയത്ത് ചെയ്തിരുന്ന ഏതോ ഒരു വിഷയം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു, അതിൻ്റെ റിയാക്ഷനാണ്. ഞാൻ വീഡിയോ പ്ലേ ഒന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ അവന് വേണ്ടത് കൊടുക്കാം. ബ്രോൺസ് എറ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ വെങ്കലയുഗ ബോഡി ബിൽഡിങ്ങിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1890 മുതൽ 1930 വരെയാണ്. അപ്പോൾ ബ്രോൺസ് എറ ബോഡി ബിൽഡിംഗ് സമയത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, ഈ ബോഡിയുള്ള ആളുകളുള്ളൂ. വളരെ കുറച്ച് ആളുകളെ ഈ മത്സരത്തിന് പങ്കെടുക്കാനും. വെങ്കലയുഗം എന്ത് യുഗാടാ ഇത് ആരും ഇല്ല ഇതെന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി. വെങ്കലയുഗം അത് ഏത് യുഗമാണ്? അയ്യോ, അറിയാമല്ലോ, ഇവനാണ് ബോഡി ബിൽഡർ. പിന്നെ ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂജിൻ സാൻഡേന്നും ബ്രോൺസ് എറയെന്നും ഗോൾഡൻ മറ്റേ സിൽവർ എറയെന്നൊക്കെ സ്റ്റീവ് റീസ് എന്നൊക്കെ ഇവിടെയുള്ളവർ കേട്ട് കാണും. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് പല ആളുകളെത്തും. നമുക്കിതൊക്കെ അറിയാമല്ലോ, നമ്മളൊരു വിഷയം തുടങ്ങുമ്പോൾ അതിൻ്റെ ചരിത്രത്തിലോട്ടാണ് ആദ്യം പോകുന്നത്. അത് എന്തുകൊണ്ട് തുടങ്ങി, അത് നല്ലതാണോ ചീത്തയാണോ, അത് തുടങ്ങാനുള്ള സാഹചര്യം എന്താണ്, എല്ലാം 360 ഡിഗ്രി പഠിക്കും ഒരു വിഷയത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആർക്കും അറിയത്തില്ല. മറ്റേ യാസർദ മാസർ, അവന്മാർക്കൊന്നും അറിയത്തില്ല, മനസ്സിലായി. അവന്മാർ അതായത് യവന്മാരുടെയൊക്കെ മൈൻഡിൽ 1960 ശേഷമുള്ള ഈ ഗോൾഡൻ ഏജ് എന്ന് ഗോൾഡൻ എറ തൊട്ടാണ് യവന്മാർക്ക്. അതുകൊണ്ട് യവന്മാരുടെ സ്റ്റാർട്ടിങ് അതാണ്. അതിന് മുമ്പുള്ള സിൽവർ എറയോ ബ്രോൺസ് എറയോ അതിനെക്കുറിച്ചൊന്നും യവന്മാർക്ക് വലിയ അറിവില്ല, മനസ്സിലായില്ലേ. യവന്മാരുടെ ഇത് 1960 ശേഷമുള്ള ബോഡി ബിൽഡിങ്ങിൻ്റെ സുവർണ യുഗം എന്ന് പറയുന്നത്, സുവർണ യുഗം എന്നാണ് പറയുന്നത്. അതൊന്നും ആലോചിക്കണം. ആരോഗ്യത്തിന് വില കൊടുക്കാതെ എന്ത് കുന്തം കുത്തിക്കയറ്റിയും കുറേ ഫേക്കായിട്ട് സ്ട്രെങ്തും ബോഡിയൊക്കെ ഉണ്ടാക്കും. ഇതാണ് സുവർണ യുഗം എന്നാണ് പറയുന്നത്. ആ പേര് പോലും അപമാനകരമാണ്. ആരോഗ്യത്തിന് വില കൊടുക്കാത്ത ഒരു യുഗം, അതായത് ബ്രോൺസും സിൽവറും ആരോഗ്യത്തിന് വില കൊടുത്തിട്ടുണ്ട്. ഈ 1960 ശേഷമുള്ള ഈ സുവർണ യുഗം എന്ന് പറയുന്ന ഗോൾഡൻ ഏജ് ഗോൾഡൻ എറ എന്ന് പറയുന്ന സാധനം ആണ് യഥാർത്ഥത്തിൽ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടം. അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് എന്തിനാണോ ആരോഗ്യത്തിന് വാല്യൂ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ കാര്യം ആരോഗ്യത്തിന് ഒരു വാല്യൂ കൊടുക്കാതെ ആക്കിയത് അതാണ്. എൻ്റെ യുവമാർക്ക് അതേ അറിയാവൂ. കണ്ടില്ലേ ഇങ്ങനെ ബ്രോൺസ് എറ വെങ്കല യുഗം അതേത് യുഗമാണ്? നിനക്ക് എന്താണ് ബോഡി ബിൽഡിംഗ് എന്നറിയോ? അയ്യോ, ബോഡി ബിൽഡിംഗ് എന്താണെന്ന് അറിയാമോ എന്ന്? അല്ല, നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നില്ലേ? കഴിഞ്ഞ ദിവസം മറ്റേ ഫാദർ ഓഫ് ബോഡി ബിൽഡിങ്ങിൻ്റെ പിതാവിൻ്റെ ഫോട്ടോ എടുത്ത്, അത് ഏറ്റവും മോശപ്പെട്ട ഫോട്ടോ, അപമാനിക്കാൻ വേണ്ടി ആ ലെജൻഡിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇത് യൂജിൻ സാൻഡേ ആരാ ഇവനെന്ന്. നിനക്ക് ബോഡി ബിൽഡിങ് അറിയാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച അവൻ, അറിയാല, വീഡിയോ കണ്ടല്ലോ, യൂജിൻ സാൻഡേയുടെ ഫോട്ടോ കാണിച്ചിട്ട് ആരടാ അവനെന്ന് ചോദിച്ചവനാണ് എന്നെ പഠിപ്പിക്കുന്നത് ബോഡി ബിൽഡിങ്. എടാ, ഞാനാണ് ഇവിടെയുള്ള ആളുകൾക്ക് ബോഡി ബിൽഡിങ് പഠിപ്പിച്ചു കൊടുത്തത്. ഇവിടെയുള്ള ആളുകൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. യൂജിൻ സാൻഡേനൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് കേൾക്കുന്ന പോലും. ഞാൻ പറഞ്ഞല്ലോ, ചിന്താശേഷി ഇല്ല. ആളുകൾ എപ്പോഴും എന്താണ് കണ്ണി കാണുന്ന വെച്ച് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകും. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. ഞാൻ ഏതൊരു വിഷയത്തെക്കുറിച്ച് സ്വയം ചിന്തിക്കാനുള്ള ശേഷിയുള്ള ആളാണ്, മനസ്സിലായി. ഞാൻ സ്വയം ചിന്തിക്കും. അർണോൾഡാണ് സംഭവം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവൻ അർണോൾഡ്, അപ്പോൾ ഇവനാണോ കണ്ടുപിടിച്ചത്? അപ്പോൾ അർണോൾഡ് അല്ല. അപ്പോൾ കണ്ടുപിടിച്ച ആരാണ്? എന്തുകൊണ്ടുണ്ടായി? സാഹചര്യം എന്താണ് ഇതുണ്ടാവാനുള്ള? ഇത് ആരോഗ്യത്തിന് നല്ലതാണോ? ബോഡി ബിൽഡിങ്ങിൻ്റെ ഡയറ്റ് കറക്റ്റ് ആണോ? ആ വർക്കൗട്ടാണോ ഹ്യൂമൻ ബോഡിക്ക് വേണ്ടേ? ഞാൻ സാധാരണ ഒരു ട്രെയിനറെ പോലെ എന്തൊക്കെ കാണാതെ പഠിച്ച് കണ്ണുപടി 1 റാങ്ക് A+ വാങ്ങിച്ച് level 5 സർട്ടിഫിക്കേഷനും ചെയ്ത് കാണാതെ പഠിക്കുന്ന തുപ്പിക്കൊണ്ട് കിടക്കുന്ന ആളല്ല. ഞാൻ ബോക്സിന് പുറത്തു പോയി സ്വയം ചിന്തിക്കും. ഞാൻ അതിനെ സർട്ടിഫിക്കേഷനെ തള്ളിക്കളയുന്ന ആളാണ്. എന്നെ മണ്ടത്തരമാണെന്നറിയാം. കാരണം അത് ഒരിക്കലും അനുവദിച്ചുവിടാത്ത കാര്യമെന്നറിയാം. ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് എവല്യൂഷൻ പരമായിട്ടും ബയോളജിക്കലിയും ഹ്യൂമൻ ബോഡിക്ക് നല്ലതല്ല എന്നറിയാം. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ട്, മനസ്സിലായില്ലേ. അല്ല, ഞാൻ കണ്ണുമടച്ച് അമേരിക്കൻ ഫിറ്റ്നസ് ഇൻഡസ്ട്രി പറയുന്ന കണ്ണുമടച്ച് ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. അതുകൊണ്ടാണ് അതൊക്കെ മണ്ടത്തരമെന്ന് കണ്ടെത്തിയത്. നാച്ചുറലായിട്ടുള്ള ആൾക്കാർക്ക് മസിലുണ്ട്. ആ മസിൽ ജിമ്മിൽ പോയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് അതിന് കൊടുക്കേണ്ട ഭക്ഷണം, സപ്ലിമെൻറ്റുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത് ആ മസിലിനെ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓ, ഭയങ്കര സപ്ലിമെൻറ്റ്. അവിടെ ഈ സപ്ലിമെൻറ്റ് ഈ ബ്രോൺസ് എറയിൽ ഏതാണ് സപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ സിൽവർ എറയിൽ ഏതാണ് സപ്ലിമെൻറ്റ്? സപ്ലിമെൻറ്റ് പോലും പ്രധാനമായിട്ട് വന്നത് ഈ സുവർണ യുഗം എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ എയർ ഔട്ടാണ് സപ്ലിമെൻറ്റും ഇതുമൊക്കെ വന്നു തുടങ്ങിയത്.
അതായത് എനിക്ക് എൻ്റെ നാച്ചുറൽ സ്ക്വാഡിന് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഐഡിയോളജി, കമ്മ്യൂണിറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള ഐഡിയോളജി ഉണ്ട്. ഞാൻ സപ്ലിമെൻറ്റ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെറോയിഡ് നിരോധിക്കണമെന്നും സപ്ലിമെൻ്റ് ആവശ്യമില്ല എന്നാണ്. ഞാൻ സപ്ലിമെൻറ്റ് നിരോധിക്കണമെന്ന് ജീവിതത്തിൽ ഞാൻ സപ്ലിമെൻറ്റ് നിരോധിക്കണമെന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരുമോ? സപ്ലിമെൻ്റ് ആവശ്യമില്ല, ഫുഡിൽ നിന്ന് തന്നെ എല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞത്. സ്റ്റെറോയിഡ് നിരോധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫുഡ് സപ്ലിമെൻറ്റ്, ന്യൂട്രിയൻ സപ്ലിമെൻ്റ് ആണ്. ക്രിയാറ്റിനെ എടുക്കത്തില്ല, കാരണം ക്രിയാറ്റിൻ പുറത്തുനിന്ന് കിട്ടേണ്ട ആവശ്യമില്ല, ശരീരം ഉണ്ടാക്കും. ഇപ്പോൾ അർജിനൈന് പുറത്തുനിന്ന് കിട്ടേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഗ്ലൈസിൻ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഗ്ലൈസിൻ അമിനോ ആസിഡാണ്, പുറത്തുനിന്ന് കിട്ടണോ? പക്ഷേ ലൂസിനും മെതിയോണിനും വെലൈനും ഐസോലൂസിനും ഒക്കെ ഫുഡിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഫുഡിൽ നിന്ന് കിട്ടേണ്ട സാധനം കഴിക്കാൻ സമയമില്ല, അതിൻ്റെ സപ്ലിമെൻ്റ് രൂപത്തിലുള്ള ഫോം എടുക്കാം. ക്രിയാറ്റിൻ ആ കൂട്ടത്തിൽ എടുക്കാത്ത എന്തുകൊണ്ടാണ്? ക്രിയാറ്റിൻ പുറത്തുനിന്ന് കിട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ മിതിയോണിന് അടങ്ങിയ ഹൈ ക്വാളിറ്റി പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചാൽ ആ മിതിയോണും കൂടെ കിട്ടി, കൂട്ടത്തിൽ അർജിനൈനും ഗ്ലൈസിനും കൂടെ കൂടി ചേർന്ന് കിഡ്നി, ലിവർ, പാൻക്രിയാസ് ക്രിയാറ്റിൻ ഉണ്ടായിക്കോളും. എൻ്റെ ശരീരത്തിൽ നാച്ചുറലായിട്ട് എൻ്റെ ശരീരം ഉണ്ടാക്കുന്ന ക്രിയാറ്റിനാണ്. അപ്പോൾ ക്രിയാറ്റിൻ അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട സപ്ലിമെൻ്റ് ഏതാണ്? ഫുഡ് കഴിക്കാൻ സമയമില്ലാത്തവർക്ക് ഏത് സപ്ലിമെൻ്റ് ആണോ അത് സപ്ലിമെൻ്റ് രൂപത്തിൽ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ പറഞ്ഞ ഐഡിയോളജി എന്താണ്? ഇപ്പോൾ നല്ലൊരു ഡയറ്റ് ഫോളോ, ഇപ്പോൾ എനിക്ക് എന്തിനാണ് സപ്ലിമെൻറ്റ്? എനിക്ക് സപ്ലിമെൻ്റ് ആവശ്യമില്ലല്ലോ, ഞാൻ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എനിക്കെല്ലാം കിട്ടും. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് മറ്റേ കടലിൽ ഓയിൽ കമന്ന സമയത്ത് ഞാൻ മീൻ കഴിക്കുന്നത് നിർത്തി. അപ്പോൾ ഞാൻ സപ്ലിമെൻ്റ് എടുത്ത്, കൊറോണ സമയത്ത് മീൻ ഗുളിക സപ്ലിമെൻ്റ് എടുത്തിട്ടുണ്ട്, കണ്ട. അപ്പോൾ ഫുഡ് കിട്ടേണ്ട പ്രശ്നം വരുമ്പോൾ സപ്ലിമെൻ്റ് എടുക്കുക, അതാണ്. അപ്പോൾ ക്രിയാറ്റിനെ ഞാൻ പറഞ്ഞ സപ്ലിമെൻ്റ് കൂട്ടത്തില്ല, ഈ ഫുഡ് സപ്ലിമെൻ്റ് ആണ്. ഈ ക്രിയാറ്റിനെ എടുക്കുകയില്ല. ഈ ഒരാൾ അയാളുടെ നാച്ചുറൽ ക്രിയാറ്റിൻ്റെ ലെവൽ കൊണ്ട് തന്നെ ചെയ്ത് ടോപ്പ് ആവണം, അതാണ് സത്യസന്ധമായിട്ടുള്ള സൂചന. ഒരുത്തൻ ക്രിയാറ്റിനെ അടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അവൻ്റെ കഴിവല്ല, അത് എക്സ്ട്രാ ഫേക്കായിട്ട് കൊടുത്ത, ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ഫേക്കായിട്ട്, അതായത് ഇഞ്ചക്ഷൻ എടുത്ത് ടെസ്റ്റോസ്റ്ററോൺ കൂട്ടണതിന് നമ്മുടെ ശരീരം നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കൂലേ. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് കൃത്രിമമായിട്ട് ഫേക്കായിട്ട് ഇല്ലാത്ത ടെസ്റ്റോസ്റ്ററോൺ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഷോ കാണിക്കില്ല. അതുപോലെയാണ് നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ഫേക്ക് ടെസ്റ്റോസ്റ്ററോൺ കൊടുക്കുമ്പോൾ ഫേക്ക് ക്രിയാറ്റിൻ കൊടുത്ത് അതിൻ്റെ ഫേക്ക് എനർജിയിൽ ചെയ്യുന്നത്. അതൊരുത്തൻ്റെ ക്വാളിറ്റി അല്ല, അതൊരു വാറിയർ മൈൻഡ് സെറ്റും അല്ല, അതൊരു ദുർബല മൈൻഡ് സെറ്റാണ്. അത് ദുർബലനാണെന്ന് പറയും. ദുർബലനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉള്ള ഒരാളാണ് അങ്ങനെ ചെയ്യുന്നത്. യഥാർത്ഥ ക്വാളിറ്റി ഉള്ള ആൾ വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച് അയാളുടെ സ്വന്തം ക്രിയാറ്റിൻ കൊണ്ട് കയറി വരണം. അപ്പോൾ അതും കൂടെ അറിയണം. ഈ സപ്ലിമെൻറ്റിനെ കുറിച്ചുള്ള എൻ്റെ വ്യൂ പോയിൻറ്റ്, എൻ്റെ അഭിപ്രായങ്ങൾ അത് ആർക്കും അറിയത്തില്ല. സപ്ലിമെൻറ്റ് നിരോധിക്കണമെന്നല്ല, സപ്ലിമെൻ്റ് ആവശ്യമില്ല. നല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്ന എന്തിനാണ് സപ്ലിമെൻറ്റ്? പിന്നെ ഇവിടെ സപ്ലിമെൻറ്റിലുള്ള ക്വാളിറ്റി അത് വേറെ വിഷയമാണ്. ഈ ഇന്ത്യയിലൊക്കെ ഇറങ്ങുന്ന സപ്ലിമെൻറ്റ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ള വേറെ വിഷയങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. നിനക്ക് ബോഡിയും ഇല്ല, ബിൽഡിങ്ങും ഇല്ല, പിന്നെ എന്തിനാണ് നീ ഇതിനെക്കുറിച്ച് ഇത്രയും വാചാലനാണ്? എനിക്ക് ബോഡി ഇല്ല, ബിൽഡിങ്ങും ഇല്ല, ഞാൻ നിൽക്കുന്നതുണ്ട നല്ല മുടിയും വളർത്തി 2DF ചെയ്യുന്നു, 2 ദിവസത്തിൽ ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അയ്യോ, ആ യാസർദ മാസനും പറയും, നീ ഏത് പ്രൊഫഷനാണോ, മറ്റേ പ്രൊഫഷൻ, ഇത് ഏത് പ്രൊഫഷൻ? ചില സമയത്ത് നല്ല സൈസ്, ചില സമയത്ത് മെലിഞ്ഞിരിക്കുന്നു എന്ന്. കാരണം ഞാൻ പണ്ട് ഈ കുറച്ച് ഹൈപ്പോട്രോഫി കൂടുതലായിട്ട് ചെയ്തിരുന്ന സമയം, ഭയങ്കര പ്രോട്ടീനും ഭയങ്കര കലറി സർപ്ലസ് ഡയറ്റൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര മസിൽ മാസമായിരുന്നു. പണ്ടത്തെ ഞാൻ എങ്ങനെയെന്ന് അറിയാമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള തിരിച്ചറിവ് കിട്ടി. കാരണം എനിക്ക് ഹെൽത്ത് കളഞ്ഞിട്ടൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഹെൽത്തിനെ ഫോക്കസ് ചെയ്ത് ഞാൻ 100 ഗ്യാദറിലോട്ട് എത്തി. അങ്ങനെ ഒരു ഐഡിയോളജി കൊണ്ടുവന്ന് അതിലോട്ട് എത്തി. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലോങ്വിറ്റി ഡയറ്റ് 2DF ഒക്കെ ഫോളോ ചെയ്ത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മസിലൊക്കെ ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു 100, ഇപ്പോൾ എൻ്റെ ബോഡി 100ൻ്റെ ബോഡിയാണ്. അല്ലെങ്കിൽ 5 നേരം തിങ്ങുന്നവൻ്റെ ബോഡി കാണിച്ചിട്ട് എനിക്ക് ബോഡി ഇല്ലാന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ പണ്ടത്തെ ഫോട്ടോയൊക്കെ എടുത്തവനൊക്കെ അയച്ചു കൊടുക്കും ഞാൻ ആരാണെന്ന്. എൻ്റെ പണ്ടത്തെ ബോഡി ഉണ്ടവനൊക്കെ ഓടും, നാച്ചുറലായിട്ടുള്ള ബോഡി ഒരുത്തനും ഇല്ല ഇവിടെ. പക്ഷെ അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. അത് നിങ്ങൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നാലേ ഹെൽത്തിന് ലോങ്വിറ്റിക്കൊന്നും അത് അത്ര നല്ലതല്ല. ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിഞ്ഞൂടെന്ന് പറയുമ്പോൾ ഇനി ഈ ആരോഗ്യം ഉള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. ഈ ആരോഗ്യം പോണ സമയത്തായിരിക്കും അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ നാട് നന്നാക്കാൻ നിൽക്കണം. എന്തായാലും നിന്റെ വാക്ക് കേട്ടിട്ട് ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാൻ പോകില്ല, അത് വേസ്റ്റാണ് നിന്റെ ഇത്. തന്നടാ, എൻ്റെ വാക്ക് കേട്ടിട്ട് ഒരാൾ ഒന്നും ചെയ്യാൻ പോണില്ല. അതുകൊണ്ട് തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചുറിയും വന്ന്, സ്റ്റെറോയിഡും അടിച്ച്, സപ്ലിമെൻറ്റും അടിച്ച്. നീ എന്ത് വിചാരിച്ചു നേച്ചറിനെ പറ്റിക്കാന്ന്? എടാ, എൻ്റെ വാക്ക് നേച്ചറിൻ്റെ വാക്കാണ്, മനസ്സിലായില്ലേ? ഞാൻ പറയുന്നതൊക്കെ എൻ്റെ നോളജൊക്കെ എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു നോളജും ഇല്ല.
ബോഡി ബിൽഡിങ്ങിൻ്റെ ഫാദറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇത് ആരുടെ മറ്റേ യൂജിൻ സാറിൻ്റെ അത് ആരെന്ന് ചോദിക്കുന്നവനാണ് എനിക്ക് ബോഡി ബിൽഡിംഗ് അറിയാമോ, വെങ്കല യുഗയത് ഒന്നും അറിഞ്ഞുകൂടാത്തവനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ടൈം നീണ്ടുപോയി. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം. ഇനി ഇരിക്കാൻ സമയമില്ല, ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് വർക്കൗട്ടുണ്ട്, കുറച്ച് പണിയുണ്ട്, അതൊക്കെയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കിയും കൂടെ ഞാൻ ചെയ്തേക്കാം. അപ്പോൾ ബാക്കി അവന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.